ഇന്ത്യക്കെതിരായ വിമർശനത്തിൽ മലക്കം മറിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അമേരിക്ക ബന്ധം സവിശേഷമെന്നും നരേന്ദ്രമോദിയുമായി എപ്പോഴും സൗഹൃദമാണെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികരണം. ഇന്ത്യ ചൈനയ്ക്കൊപ്പം പോയി എന്ന പരാമർശം ട്രംപ് തിരുത്തി. ട്രംപിന്റെ പ്രതികരണത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ. PP ജെയിംസ്, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. PP ജെയിംസ്, ഗുഡ് ഈവനിംഗ്. ഇതിപ്പോൾ ഇരട്ടത്തീരുവ വിഷയം അത് ഏർപ്പെടുത്തുന്നു. അതിനുശേഷം പലതരത്തിലുള്ള പരാമർശങ്ങൾ ട്രംപിന്റെ ഇന്ത്യക്കെതിരായി വന്നു. യുക്രൈൻ യുദ്ധത്തിന് മോദിയാണ് കാരണം, അത് തുടരുന്നതിന് മോദിയാണ് കാരണം എന്ന് പറയുന്നു. ഇരുണ്ട ചൈന പരാമർശം. അതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം, അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ചർച്ചകളിലേക്കൊക്കെ പോകാൻ ഒരുക്കമാണ് എന്ന് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കണമോ? അനുജ, ഡൊണാൾഡ് ട്രംപ് വിരട്ടാവുന്നതിന്റെ മാക്സിമം വിരട്ടി നോക്കി. പക്ഷേ ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മറുപക്ഷത്തേക്ക് ചായുന്നു എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രചരണം അമേരിക്കയുടെ ഭരണകൂടത്തിൽ പുറത്ത് അവരുടെ ഡീപ് സ്റ്റേറ്റ് ഏജൻസികളിലൊക്കെ വരികയും ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പൊളിച്ചു എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ട്രംപ് പെട്ടെന്ന് ഈ മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നത്. ട്രംപിന് മലക്കം മറിയാൻ യാതൊരു മടിയുമില്ല. താൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നുള്ള ചിന്തയൊന്നുമില്ല. ഇന്നലെ പറഞ്ഞത് ചൈനയുടെയും റഷ്യയും ചൈനയുടെ കൂടെ പോയി ഇന്ത്യയും റഷ്യയും എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. ഇപ്പോൾ പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ്റെ അടുത്ത സുഹൃത്താണ്, പ്രത്യേക സവിശേഷമായ ബന്ധമാണ് അമേരിക്കയായിട്ടുള്ളത്. ഒരു 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് മലക്കം മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ പിന്നിൽ അമേരിക്കയുടെ പൊതുവെയുള്ള ഒരു വികാരം കൂടിയാണ് ട്രംപിന് പ്രകടിപ്പിക്കേണ്ടി വന്നത്. അതിനിടയിൽ പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ താൻ തൃപ്തനല്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ട്രംപ് ഇതൊക്കെ പറയുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 26 ഐക്യരാഷ്ട്രസഭയിൽ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കേണ്ടതായിരുന്നു, അദ്ദേഹം പോകുന്നില്ല. ട്രംപ് ക്വാഡ് സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നുമില്ല. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു തുടക്കമായിട്ട് കരുതാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ലൈനേക്ക് പോയി എന്ന് നമുക്ക് കാണാനാവില്ല. ഇത് തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത് നിർത്തി, വഴക്ക് പറയുന്നത് നിർത്തി, അല്പം ഈ ചൈന ഭാഗത്തേക്ക് ഇന്ത്യ തിരിയുന്നു എന്നുള്ള ചിന്തകൾ അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചൈന ഒരു വളരെ പോസിറ്റീവായിട്ടൊരു നീക്കം നടത്തിയിരിക്കുന്നു. 60 ബില്യൺ എന്നുവെച്ചാൽ $6,000 കോടി ഇൻഡു 85 5,10,000 കോടിയുടെ പാകിസ്ഥാനിലെ പ്രോജക്റ്റ് പദ്ധതി ചൈന പിൻവലിച്ചിരിക്കുന്നു, അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് അനുകൂലമായ, ഇന്ത്യക്ക് ആശ്വാസം പകരുന്ന നിലപാടാണ്. പ്രത്യേകിച്ച് പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് ഈ റെയിൽപാതയും എക്കണോമിക് കോറിഡോർ സാമ്പത്തിക ഇടനാഴിയൊക്കെ കടന്നു പോകുന്നത് എന്ന് മാത്രമല്ല, ഇന്ത്യ ഈ അനുകൂലിക്കുന്ന തരത്തിൽ ചൈന ഒരു പോസിറ്റീവ് നോട്ട് ഇട്ടിരിക്കുന്നു. എത്രയോ കാലമായിട്ടുള്ളതാണ് പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം. അതിൽ വിള്ളൽ വീഴുന്ന രീതിയിലും ഇന്ത്യയോട് അടുക്കുന്ന രീതിയിലും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് അനുജ. അതാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ടാഗ് ചെയ്തുകൊണ്ടൊക്കെയുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ചർച്ചകൾ നടക്കും എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ UN സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് മോദി പോകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നിലവിൽ അത്തരം തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.